ബാലുശ്ശേരി നിയോജകമണ്ഡലം ഇത്തവണ പിടിച്ചെടുക്കുമെന്നാണ് UDF അവകാശപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും കരുത്തനായ ഒരു പോരാളിയെയാണ് UDF ഇത്തവണ കളത്തിലിറക്കിയിരിക്കുന്നത്. നിരവധി സമര പോരാട്ടങ്ങളിലൂടെ വിദ്യാർത്ഥികൾക്കൊക്കെ സുപരിചിതനായ, കേരളത്തിൻ്റെ വിദ്യാർത്ഥി സമൂഹത്തിന് മാത്രമല്ല പൊതുസമൂഹത്തിന് സുപരിചിതനായ KSUവിൻ്റെ കോഴിക്കോട് ജില്ലാ അധ്യക്ഷനായിട്ടുള്ള VT സൂരജാണ്. VT സൂരജാണ് UDFിൻ്റെ സാരഥിയായി നിലവിലെ സിറ്റിംഗ് MLA സച്ചിൻ ദേവിനെതിരെ മത്സരിക്കുന്നത്. LDF പറയുന്നു ഇത് നിലനിർത്തുമെന്ന് പറയുമ്പോൾ UDF സൂരജിലൂടെ ബാലുശ്ശേരി ഇത്തവണ പിടിച്ചെടുക്കുമെന്നാണ് അവകാശപ്പെടുന്നത്. സൂരജുണ്ട് കേരള വിഷൻ ന്യൂസിനൊപ്പം. സൂരജ്, അപ്രതീക്ഷിതമായിരുന്നു സ്ഥാനാർത്ഥിത്വം അല്ലേ? അല്ല, കഴിഞ്ഞ കുറേ നാളുകളെ പാർട്ടിയുടെ പരിഗണനാ ലിസ്റ്റിൽ ഉണ്ട് എന്നറിയാം. പക്ഷേ സ്ഥാനാർത്ഥിത്വം എന്ന് പറയുന്നത് പുതിയൊരു അനുഭവമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. കോളേജ് തിരഞ്ഞെടുപ്പുകൾ മത്സരിക്കുകയും കോളേജ് തിരഞ്ഞെടുപ്പുകൾ നമ്മൾ നടത്തുകയും ചെയ്ത ഒരു അനുഭവമാണ് നമുക്കുള്ളത്. അതിനേക്കാൾ വലിയൊരു പ്ലാറ്റ്ഫോമാണ് എന്തൊക്കെ പറഞ്ഞാലും നിയമസഭാ തിരഞ്ഞെടുപ്പ്. ഒരുപാട് വ്യത്യസ്തമായ ആളുകൾ, അവരുടെ വ്യത്യസ്തമായ അനുഭവങ്ങൾ, ജീവിതങ്ങളൊക്കെ നമ്മൾ കേൾക്കുകയാണ്. ചില പച്ചയായ ജീവിത യാഥാർത്ഥ്യങ്ങൾ നമ്മൾ കാണുകയെന്നു. അതിനൊരു പരിഹാരമുണ്ടാകുമെന്ന വലിയ പ്രതീക്ഷയോടെ നമ്മളുമായി അത് പങ്കുവെക്കുന്നു. അതിൻ്റെ ഒരു ഉത്തരവാദിത്ത ബോധം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഉണ്ട്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പുതിയ അനുഭവമാണിത്. ഞാൻ ഇത് ശ്രദ്ധിച്ചപ്പോൾ സൂരജിൻ്റെ നമ്മൾ നാമനിർദ്ദേശ പത്രിക എല്ലാ സ്ഥാനാർത്ഥികളും നൽകും. സ്വാഭാവികമായിട്ടും ആസ്തി ആ സ്കൂട്ടർ ഉൾപ്പെടെ, സൂരജ് സഞ്ചരിക്കുന്ന സ്കൂട്ടർ ഉൾപ്പെടെ വെറും ഒരു 25,000 രൂപയിൽ അത്ര മാത്രമേ ഉള്ളൂ എന്നുള്ളത്. എൻ്റെ സ്കൂട്ടർ വളരെ രസമാണ്. ഞാൻ KSU ജില്ലാ പ്രസിഡൻ്റായിരുന്ന സമയത്ത് ബൈക്കിൽ എൻ്റെ KSUക്കാരാ യാത്രയ്ക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. ബൈക്ക് KSUക്കാരെങ്കിലും കൂട്ടും. വന്ന് പേരാമ്പ്രയിലെ സഹപ്രവർത്തകരാണ് മിക്കവാറും ഉണ്ടാവാറ്. വീട്ടിൽ വന്ന് കൂട്ടും. നമ്മൾ ആ ബൈക്കിലാണ് യാത്ര, കാലങ്ങളായിട്ടുള്ള യാത്ര. ജില്ലാ പ്രസിഡൻ്റായ സമയത്ത് മുമ്പ് KSUവിൻ്റെ നോർത്ത് നിയോജകമണ്ഡലം പ്രസിഡൻ്റായി ഇപ്പോൾ ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന വിഷ്ണുവേട്ടൻ്റെ ആക്സസ് ബൈക്ക് വിഷ്ണുവേട്ടൻ എന്ത് ചെയ്യാണ്, നീ എടുത്തോ ജില്ലാ പ്രസിഡൻ്റൊക്കെ അല്ലേ എന്ന് പറഞ്ഞു തന്നു. ഞാനിത് എടുത്ത്, വക്കീലാണല്ലോ പുള്ളി, ഞാനിതെടുത്ത് യാത്ര ചെയ്യുമ്പോൾ എന്നെ വിളിക്കുന്നു, ഇതിന് ഒരു കാര്യം ചെയ്താൽ നീ ഒരു ഒപ്പ് നിൻ്റെ ആധാർ കാർഡ് എനിക്ക് അയച്ചു തരണം, ഞാൻ നിൻ്റെ പേരിലേക്ക് ഇത് മാറ്റിക്കോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ആ വിഷ്ണുവേട്ടൻ്റെ ബൈക്കാണ് യഥാർത്ഥത്തിൽ ആ ആക്സസ് ബൈക്ക്. ഞാൻ പണം കൊടുത്ത് വാങ്ങിയത് സമ്മാനമല്ല. ഒരു KSU ജില്ലാ പ്രസിഡന്റ് ആയ ഒരാൾക്ക് പഴയൊരു KSU ബ്ലോക്ക് പ്രസിഡന്റാണ് യാത്ര ചെയ്യാൻ എന്ത് ചെയ്തു, ഒരു ബൈക്ക് തന്നു. അത് സ്വാഭാവികം. പിന്നെ അതിനെന്തെങ്കിലും നൂലാമാലകൾ പ്രശ്നങ്ങൾ ഉണ്ടാവണമെന്ന് വിചാരിച്ചിട്ട് വിഷ്ണുവേട്ടൻ എന്ത് ചെയ്തു, എൻ്റെ പേരിൽ തന്നെ ആക്കി. അത് ഒരു KSU ബന്ധമാണ്. അതിനൊരു സമ്മാനമെന്നോ അല്ലെങ്കിൽ ബോണ്ടാണല്ലേ ഈ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലുള്ള ബന്ധം എന്ന് പറയുന്നത്, KSU ബന്ധം, അല്ലെങ്കിൽ ഈ സാധാരണ SFIക്കാരൊക്കെ അത് പറയുന്നേക്കാം. അല്ലേ, നമ്മളൊക്കെ എൻ്റെ കൂടെയുള്ള അഭിജിത്ത് KSU ആണ്. ഇപ്പോൾ ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് പാർട്ടി ലീഡർഷിപ്പും മുന്നണി പ്രവർത്തകരും ഒക്കെ നമ്മളെ കൂടെ ഈ ഇലക്ഷൻ ലീഡ് ചെയ്യുമ്പോഴും നമുക്കൊരു വലിയ ബാക്ക് സപ്പോർട്ട് തരുന്നത്, അല്ലെങ്കിൽ നമുക്കൊരു വലിയ ആത്മബലം നൽകുന്നത് KSU സംഘടനാ കാലത്ത് നമുക്ക് കഴിഞ്ഞൊരു 10-13 വർഷക്കാലത്തിനിടയ്ക്ക് നമുക്ക് കിട്ടിയ അനുഭവങ്ങളാണ്, സൗഹൃദങ്ങളാണ്, ബന്ധങ്ങളാണ്. അത് വലിയ രീതിയിൽ ഗുണം ചെയ്യുന്നുണ്ട്. നമ്മളൊക്കെ വിചാരിക്കുന്നതിനപ്പുറത്തേക്ക് നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. KSU എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ KSU അല്ലേ. അച്ഛൻ്റെ അമ്മയുടെ ഒരു വീഡിയോ കണ്ടു, വളരെ വൈകാരികമായിട്ടൊരു ദൃശ്യമാണ്. ഈ ഒരു മകൻ സ്ഥാനാർത്ഥിയായി ചെന്നപ്പോൾ അച്ഛനും അമ്മയും എന്ത് പറഞ്ഞു? അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു ഞെട്ടലായിരുന്നു. കാരണം ഞാൻ വരുന്നത് പേരാമ്പ്രയിലെ എരവട്ടൂരിൽ നിന്നാണ്. വളരെ ഒരു സാധാരണ പശ്ചാത്തലമുള്ള ഒരു കുടുംബ പശ്ചാത്തലത്തിൽ നിന്നാണ്. ഞങ്ങളുടെ ചുറ്റുവട്ടത്തൊക്കെ അങ്ങനെയുള്ള ആളുകളൊക്കെ തന്നെയാണുള്ളത്. അപ്പോൾ അവിടെ ഒരു നിയമസഭ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി എന്നൊക്കെ പറയുന്നത് എൻ്റെ നാട്ടിൽ അല്ല, ആദ്യമായിട്ടാണ്. അപ്പോൾ നമ്മൾ ഇടപെടുന്ന ആളുകളൊക്കെ സാധാരണക്കാരാണല്ലോ, സാധാരണക്കാരാണ്. അപ്പോൾ അവരെ സംബന്ധിച്ച് അവർക്ക് അത്ഭുതമാണ്. അവർക്കൊക്കെ എന്താണ്, വലിയ സന്തോഷമാണ്. അല്ല, ഞാൻ മാത്രമാണ് നിയമസഭയിൽ മത്സരിച്ച സാധാരണക്കാരെന്ന് എനിക്ക് അല്ല, യാഥാർത്ഥ്യം. അതിന് മുന്നേയും ഉണ്ടായിട്ടുണ്ട്, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലുമുണ്ട്, ഇനിയും ഉണ്ടാവും. കാരണം കോൺഗ്രസ് പാർട്ടി അല്ലെങ്കിൽ UDF, AD തോമസ് ആയാലും ശരി, ഞാനായാലും ശരി, ഇനിയിപ്പം KSUവിൻ്റെ മുൻ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള KM അഭിജിത്ത് ആയാലും ശരി, അങ്ങനെ ഒരുപാട് നമ്മളൊക്കെ പശ്ചാത്തലം പിന്നെന്താണ് അങ്ങനെയൊക്കെയാണ്. പിന്നെ അത് ഈ വാർത്ത വന്ന സമയത്ത് നമ്മളൊരു അറിവോ അല്ലെങ്കിൽ ഒന്നും സംഭവിച്ചൊരു വാർത്തയല്ല. പക്ഷെ ആ വാർത്തയിൽ നമുക്ക് വലിയ പ്രയാസം, ഒരു വിഷ്വലൊക്കെ കാണുമ്പോൾ നമ്മളിങ്ങനെ സംഘടനാ പൊതു നടക്കുന്നു, വീട്ടുകാരുടെ ഒരു സാധനമൊക്കെ നമുക്കത് ഫീൽ ചെയ്യും. ആ സമയത്ത് നമ്മളത് വിഷ്വലൈസ് ചെയ്യാം. ഇനി രാഷ്ട്രീയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ബാലുശ്ശേരി ഇത്തവണ നിലനിർത്തുന്നതാണ് സച്ചിൻ ദേവ് അടക്കമുള്ള ഇടതുപക്ഷം പറയുന്നത്. കാരണം ഇതൊരു ഇടതിൻ്റെ ഒരു ഉരുക്കുകോട്ടയാണ്. അതിനെ എങ്ങനെയാണ് നിങ്ങൾ പ്രതിരോധിക്കുന്നത്? ഞങ്ങൾ പ്രതിരോധത്തിന് UDF അല്ല നിൽക്കുന്നത്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബാലുശ്ശേരിയുടെ ജനമനസ്സ് ഐക്യജനാധിപത്യ മുന്നണിക്കൊപ്പമായിരുന്നു. അത് ഈ തവണയും ആവർത്തിക്കപ്പെടും, അത് ഉറപ്പാണ്.
വലിയ വിജയം ബാലുശ്ശേരിയിലുണ്ട്, അട്ടിമറി വിജയമുണ്ട്. ബാലുശ്ശേരി ഇത്തവണ ഐക്യജനാധിപത്യ മുന്നണി വിജയിക്കും. കേരളത്തിൻ്റെ UDF മുഖ്യമന്ത്രി ഉണ്ടാകുന്ന സമയത്ത് അതിനെ പിന്തുണയ്ക്കാൻ ബാലുശ്ശേരിയിൽ നിന്ന് UDF പ്രതിനിധി ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഒരു 30 വയസ്സുള്ള MLA നമ്മളും പ്രതീക്ഷിക്കുകയല്ലേ? കേവലം 30 വയസ്സ് മാത്രമാണ് സൂരജിൻ്റെ പ്രായം. സൂരജ് ബാലുശ്ശേരിയിൽ നിന്നും MLA ആയി തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ നിയമസഭയിലെ ബേബിയായി സൂരജ് ഉണ്ടാകുമെന്നുള്ളതാണ് നമുക്ക് രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ വിലയിരുത്തുന്നത്. ഈ UDF പ്രതീക്ഷയും ആത്മവിശ്വാസവും അതാണ്. വലിയ പ്രതീക്ഷയിലാണ് സൂരജുമുള്ളത്. ക്യാമറ പേഴ്സൺ റിഷാദ് TK-ക്കൊപ്പം റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.